പ്രിയപ്പെട്ടവരെ, ഇന്ന് ടെക്സ്റ്റ് ബുക്കിലെ പേജ് 15 ചോദ്യങ്ങളാണ് നമ്മൾ സോൾവ് ചെയ്യാൻ ആരംഭിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഫോർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ബിലോ. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 3. Third, the sequence of natural numbers ending in 1. Fourth, the sequence of natural numbers ending in 1 or 6. ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ സീക്വൻസും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അവയുടെ ഓൾജിബ്രൈക് എക്സ്പ്രഷനാണ് നമുക്ക് ഇന്ന് കണ്ടെത്തേണ്ടത്. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് 1, 3, 5, 7 എക്സെട്ര. ഓഡ് നമ്പേഴ്സ് എല്ലാം ഈവൻ നമ്പേഴ്സിനേക്കാൾ 1 കുറവായി നിൽക്കുന്ന നമ്പേഴ്സാണ്. എല്ലാ ഈവൻ നമ്പേഴ്സിനെയും നമുക്ക് 2ൻ്റെ മൾട്ടിപ്പിൾസായിട്ട് എഴുതാവുന്നതാണ്. അതുകൊണ്ട് ഫസ്റ്റ് ടേം x1 is equal to 1. It can be written as 1 into 2 minus 1. Second term x2 is equal to 3 equal to 2 into 2 minus 1. Third term x3 is equal to 5 equal to 3 into 2 minus 1. Fourth term x4 is equal to 7 equal to 4 into 2 minus 1. ഇങ്ങനെ ഓരോ ടേമിൻ്റെയും പൊസിഷനെ അതിൻ്റെ വാല്യൂമായിട്ട് റിലേറ്റ് ചെയ്താണ് നമ്മൾ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ xn is equal to n into 2 minus 1 എന്നെഴുതാം. n into 2 എന്ന് പറഞ്ഞാൽ 2n ആണ്, മൈനസ് 1. ഇതായിരിക്കും ഓഡ് നമ്പർ ഓഫ് സീക്വൻസിൻ്റെ ജനറൽ ഫോം, അതായത് ഓൾജിബ്രൈക് ഫോം. അടുത്തത് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. ആ നമ്പേഴ്സ് 1, 4, 7, 10 എക്സെട്ര. ഈ സീക്വൻസ് രൂപീകരിക്കാനായിട്ട് നമ്മൾ 3യുടെ മൾട്ടിപ്പിൾസാണ് ഉപയോഗിച്ചത്. അതിനനുസരിച്ച് ഇതിലെ ഓരോ ടേമിനെയും അതിൻ്റെ പൊസിഷനുമായിട്ട് ബന്ധപ്പെടുത്താം. x1 is equal to 1. 1നെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ആണ് കിട്ടുന്നത്. പക്ഷെ നമ്മളുടെ ടേം 1 ആയതിനാൽ 1 കിട്ടാനായിട്ട് ഇതിൽ നിന്ന് നമുക്ക് 2 സബ്ട്രാക്ട് ചെയ്യാം. 1 into 3 is equal to 3. 3 minus 2 is equal to 1. Second term is x2. x2 is equal to 4. അതിൻ്റെ പൊസിഷനായ 2 into 3 എന്ന് ചെയ്ത് നോക്കാം. 2 into 3 6 ആണ്. നമുക്ക് ആവശ്യമുള്ള നമ്പർ 4 ആണ്. അത് കിട്ടാനായിട്ട് ഇതിൽ നിന്നും 2 സബ്ട്രാക്ട് ചെയ്യാം. 2 into 3 is equal to 6. 6 minus 2 is equal to 4. ഇതുപോലെ തേർഡ് ടേം x3 is equal to 7. It can be written as 3 into 3 minus 2. 3 into 3 is 9. 9 minus 2 is 7. Fourth term is equal to 4 into 3, that is 12. 12 minus 2 is equal to 10. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ nth term can be written as xn is equal to പൊസിഷൻ n ആയതിനാൽ n into 3 മൈനസ് 2 എന്നെഴുതാം. n into 3 എന്ന് പറഞ്ഞാൽ 3n ആണ്. 3n മൈനസ് 2 ആയിരിക്കും ഈ സീക്വൻസിൻ്റെ ജനറൽ ഫോം, അതായത് ഓൾജിബ്രൈക് ഫോം. മൂന്നാമത്തെ സീക്വൻസ് ഇതാണ്. ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. 1, 11, 21, 31 എക്സെട്ര. ഈ സീക്വൻസ് ഒന്ന് പരിശോധിച്ചാൽ 11, 21, 31 ഇതെല്ലാം 10ൻ്റെ മൾട്ടിപ്പിൾസിനോട് വളരെ അടുത്ത് നിൽക്കുന്ന നമ്പേഴ്സാണ്. 11നെ 10 + 1, 21നെ 20 + 1 എന്നുള്ള രീതിയിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അതിനാൽ ഇതിൻ്റെ ജനറൽ ഫോം കിട്ടാനായിട്ട് ഇതിൻ്റെ പൊസിഷനെ 10ൻ്റെ മൾട്ടിപ്പിൾസുമായിട്ട് നമുക്കൊന്ന് റിലേറ്റ് ചെയ്യാം. x1 is equal to 1. പൊസിഷൻ 1നെ നമുക്ക് 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 10.
1 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 10 ആണ്. നമുക്ക് കിട്ടേണ്ട നമ്പർ 1 ആയതിനാൽ ഇതിൽ നിന്നും 9 സബ്ട്രാക്ട് ചെയ്യാം. അടുത്തത് x2 ഈസ് ഈക്വൽ ടു 11. പൊസിഷൻ 2നെ നമുക്ക് 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 20. 11 കിട്ടാനായിട്ട് ഇതിൽ നിന്നും 9 സബ്ട്രാക്ട് ചെയ്യാം. x3 ഈസ് ഈക്വൽ ടു 21. 3 ഇൻറ്റു 10 ഈസ് 30. 21 കിട്ടാനായിട്ട് വീണ്ടും 9 സബ്ട്രാക്ട് ചെയ്യാം. x4 ഈസ് ഈക്വൽ ടു 31. 4 ഇൻറ്റു 10. 4 ഇൻറ്റു 10 ഈസ് 40. 31 കിട്ടാൻ 9 സബ്ട്രാക്ട് ചെയ്യാം. ഈ രീതിയിൽ ഇതിൻ്റെ ജനറൽ ഫോം നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. ഇങ്ങനെ തുടർന്നാൽ xn ഇസ് ഈക്വൽ ടു പൊസിഷൻ n ആയതിനാൽ n ഇൻറ്റു 10 മൈനസ് 9 എന്നെഴുതാം. n ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 10n മൈനസ് 9. ഇതായിരിക്കും ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. അടുത്തത് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6. 1, 6, 11, 16 എക്സെട്ര. ഇതിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടെത്താനായിട്ട് ഈ ഓരോ നമ്പറിനെയും 5ൻ്റെ മൾട്ടിപ്പിൾസുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. x1 ഈസ് ഈക്വൽ ടു 1. പൊസിഷൻ 1 ആയതിനാൽ ഇതിനെ 1 ഇൻറ്റു 5 എന്നതുമായിട്ട് റിലേറ്റ് ചെയ്യാം. 1 ഇൻറ്റു 5 ഈസ് 5. 1 കിട്ടാനായിട്ട് ഇതിൽ നിന്നും 4 സബ്ട്രാക്ട് ചെയ്യാം. x2 ഈസ് ഈക്വൽ ടു 6. പൊസിഷൻ 2നെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 5 ഈസ് 10. 6 കിട്ടാനായിട്ട് ഈ 10ൽ നിന്നും 4 സബ്ട്രാക്ട് ചെയ്യാം. തേർഡ് ടൈം x3 ഈസ് ഈക്വൽ ടു 11. 3 എന്നുള്ള പൊസിഷനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 5 ഈസ് 15. 11 കിട്ടാൻ ഇതിൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യാം. x4 ഈസ് ഈക്വൽ ടു 16. 4 ഇൻറ്റു 5. 4 ഇൻറ്റു 5 ഈസ് 20. 16 കിട്ടാൻ 4 തന്നെ സബ്ട്രാക്ട് ചെയ്യണം. ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ ജനറൽ ഫോം, അതായത് xn ഇസ് ഈക്വൽ ടു അതിൻ്റെ പൊസിഷൻ n-നെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. n ഇൻറ്റു 5 മൈനസ് 4 ഈക്വൽ ടു 5n മൈനസ് 4. ഇതായിരിക്കും ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. For the sequence of regular polygons starting with an equilateral triangle, write the algebraic expression for the sequence of the sum of inner angles, the sum of the outer angles, the measure of an inner angle and the measure of an outer angle. ഇതിലെ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാത്തിൻ്റെയും സീക്വൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടെത്തിയതാണ്. നമുക്കിന്ന് അതിൻ്റെ എല്ലാം ഓൾജിബ്രൈക് എക്സ്പ്രഷനാണ് കണ്ടെത്തേണ്ടത്. ആദ്യമായിട്ട് സം ഓഫ് ഇന്നർ ആംഗിൾസ്. എല്ലാ റെഗുലർ പോളിഗൺസും ഇവിടെ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇവയുടെ സം ഓഫ് ഇന്നർ ആംഗിൾസ് കിട്ടാനായിട്ട് എല്ലാ പോളിഗൺസിൻ്റെയും ഡയഗണൽ വരച്ച് ട്രയാങ്കിൾസ് ആക്കി മാറ്റുകയാണ് ചെയ്തത്. സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. സ്ക്വയറിൽ 2 180 ഉണ്ട്. 2 ഇൻറ്റു 180 ഈസ് ഈക്വൽ ടു 360. പെൻറ്റഗണെ 3 ട്രയാങ്കിളാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ 3 ഇൻറ്റു 180 ഈസ് ഈക്വൽ ടു 540. റെഗുലർ ഹെക്സഗണിൽ 4 ട്രയാങ്കിൾസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് 4 ഇൻറ്റു 180 ഈസ് ഈക്വൽ ടു 720. ഇതായിരിക്കും ഇതിൻ്റെ സീക്വൻസ്. ഇനി ഇതിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ കിട്ടാനായിട്ട് എല്ലാ ടേമിനെയും അതിൻ്റെ പൊസിഷനുമായിട്ട് ബന്ധപ്പെടുത്തുക. x1 ഈസ് ഈക്വൽ ടു 180. അത് 1 ഇൻറ്റു 180 ആണ്. x2 ഈസ് ഈക്വൽ ടു 360. that is equal to 2 into 180. x3 is equal to 540. 3 into 180. x4 is equal to 720 is equal to 4 into 180. ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ ജനറൽ ഫോം xn is equal to പൊസിഷൻ n-നെ 180 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈക്വൽ ടു 180n എന്ന് നമുക്ക് എഴുതാവുന്നതായിരിക്കും. അടുത്തത് സം ഓഫ് ഔട്ടർ ആംഗിൾസ്. സം ഓഫ് ഔട്ടർ ആംഗിൾസ് 360 ഡിഗ്രി, 360 ഡിഗ്രി, 360 ഡിഗ്രി. ഏതൊരു പോളിഗണിലും സം ഓഫ് ഔട്ടർ ആംഗിൾസ് 360 ഡിഗ്രി ആയതിനാൽ ഇതിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതാനായിട്ട് വളരെ എളുപ്പമാണ്. nth ടേം xn is equal to
360 ഡിഗ്രി എന്ന് തന്നെ ആയിരിക്കും ഇതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. അടുത്തത് 1 ഇന്നർ ആംഗിൾ. ഇന്നർ ആംഗിൾ കിട്ടാനായിട്ട് സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ പോളിഗനെ അതിന് നമ്പർ ഓഫ് സൈഡ്സ് വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇക്വലാറ്റർ ട്രയാങ്കിളിൽ 180/3, അപ്പോൾ നമുക്ക് 60 എന്ന് കിട്ടും. സ്ക്വയറിൽ 360/4 90 എന്ന് കിട്ടും. പെൻറ്റഗണിൽ 540/5 108 എന്ന് കിട്ടും. റെഗുലർ ഹെക്സഗണിൽ 720/6 = 120. ഇതിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കിട്ടാനായിട്ട് ടേംസിനെ പൊസിഷനുമായിട്ട് ബന്ധപ്പെടുത്തുക. x1 60 ഡിഗ്രിയാണ്, അത് കിട്ടിയത് 180 ഡിഗ്രി/3 എന്നാണ്. 180 ഡിഗ്രീനെ 1 × 180 എന്ന് എഴുതാം. ഡിനോമിനേറ്ററായ 3നെ പൊസിഷനുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ 1 + 2 എന്ന് എഴുതാം. സെക്കൻഡ് ടേം ഈസ് 90 ഡിഗ്രി, അതിന് കിട്ടിയത് 360/4 എന്നുള്ളതാണ്. 360യെ നമുക്ക് 2 × 180 ഡിഗ്രി എന്ന് എഴുതാം. ഡിനോമിനേറ്റർ 4 പൊസിഷനുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ 2 + 2 എന്ന് എഴുതാം. തേർഡ് ടേം x3 = 108 ഡിഗ്രി = 540 ഡിഗ്രി/5. 540 = 3 × 180 / 5 can be written as 3 + 2. Fourth term x4 = 120 degree = 720 degree/6. 720 degree can be written as 4 × 180 degree / 6 can be written as 4 + 2. ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ nth ടേം കിട്ടാൻ xn = ഇവയുടെ ന്യൂമറേറ്റർ നോക്കിയാൽ ഒരു പ്രത്യേകതയുണ്ട്. 1 × 180, 2 × 180, 3 × 180 എന്നിങ്ങനെ. അപ്പോൾ nth ടേമിൽ അത് n × 180 എന്ന് വരും. ഡിനോമിനേറ്റർ നോക്കിക്കഴിഞ്ഞാൽ 1 + 2, 2 + 2, 3 + 2 എന്നിങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ n + 2 എന്ന് കിട്ടും. അതായത് 180n/n + 2 എന്നതായിരിക്കും ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് ഫോം. അടുത്തത് 1 ഔട്ടർ ആംഗിൾ. സം ഓഫ് ഔട്ടർ ആംഗിൾ ഓഫ് ഓൾ പോളിഗൺ ഈസ് 360 ഡിഗ്രി. ഇതിൽ നിന്നും ഓരോ ഔട്ടർ ആംഗിൾ കിട്ടാനായിട്ട് 360 ഡിഗ്രിയെ നമ്പർ ഓഫ് സൈഡ്സ് വെച്ച് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. ഇക്വലാറ്റർ ട്രയാങ്കിളിൽ 360/3 = 120. സ്ക്വയറിൽ 360 ഡിഗ്രി / 4 = 90 ഡിഗ്രി. പെൻറ്റഗണിൽ 360 ഡിഗ്രി / 5 = 72 ഡിഗ്രി. റെഗുലർ ഹെക്സഗണിൽ 360 ഡിഗ്രി / 6 = 60 ഡിഗ്രി. ഇനി ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കിട്ടാനായിട്ട് ഓരോ ടേമിനെയും പൊസിഷനുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താം. ഫസ്റ്റ് ടേം x1 = 120 ഡിഗ്രി = 360 ഡിഗ്രി/3. സെക്കൻഡ് ടേം 90 ഡിഗ്രി = 360 ഡിഗ്രി / 4. തേർഡ് ടേം 72 ഡിഗ്രി 360 degree / 5. Fourth term x4 = 60 degree = 360 degree / 6. ഇതിൻ്റെ ജനറൽ ഫോം കിട്ടാനായിട്ട് എല്ലാത്തിലും ന്യൂമറേറ്റർ 360 ഡിഗ്രി തന്നെയാണ്. ഡിനോമിനേറ്ററാണ് വ്യത്യാസമായിട്ട് വരുന്നത്. 3 എന്നുള്ളതിനെ നമ്മൾ പൊസിഷനുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ 1 + 2 എന്നെഴുതാം. അടുത്തതിൽ 360 / 4 ആണ്. 4നെ നമുക്ക് 2 + 2 എന്ന് എഴുതാം. തേർഡ് ടേമിൽ 360 ഡിഗ്രി / 3 + 2 എന്ന് 5നെ എഴുതാം. 360 ഡിഗ്രി / 6നെ നമുക്ക് 4 + 2 എന്നെഴുതാം. ഇനി ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാനായിട്ട് ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ xn = ന്യൂമറേറ്ററിന് മാറ്റമില്ല, 360 ഡിഗ്രി എന്ന് തന്നെയാണ്. ഡിനോമിനേറ്ററിൽ പൊസിഷൻ്റെ ഒപ്പം 2 കൂട്ടേണ്ടത്. സോ വിൽ ഗെറ്റ് ഇറ്റ് ആസ് 360 ഡിഗ്രി / n + 2. ഇതായിരിക്കും ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം.
The first picture is got by removing the small triangle formed by joining the midpoints of an equilateral triangle. The second picture is got by removing such a middle triangle from each of the red triangles of the first picture. The third picture shows the same thing done on the second. First question, how many red triangles are there in each picture? Second, taking the area of the original uncut triangle as 1, compute the area of a small triangle in each picture. Third one, what is the total area of all the red triangles in each picture? Write the algebraic expression for these three sequences obtained by continuing this process. ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ സീക്വൻസും നാം എഴുതിയിട്ട് അതിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷനും കൂടി നമുക്ക് കണ്ടെത്താം. ഈ പിക്ചേഴ്സ് കിട്ടിയിരിക്കുന്നത് ആദ്യം നമുക്കൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അതിൻ്റെ മിഡ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്തതിന് ശേഷം എല്ലാ സൈഡിൻ്റെയും മിഡ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഉൾഭാഗത്ത് ഒരു ട്രയാങ്കിൾ കിട്ടുന്നു, മറ്റ് 3 ട്രയാങ്കിളും കിട്ടുന്നു. നടുവിൽ കാണുന്ന ട്രയാങ്കിളിനെ വൈറ്റ് ആയിട്ട് നിലനിർത്തി ബാക്കി ട്രയാങ്കിൾസിനെ റെഡാക്കി മാറ്റുന്നു. ഇങ്ങനെയാണ് ഇതേ പ്രോസസ്സ് തന്നെയാണ് അടുത്തതിലും ചെയ്തിരിക്കുന്നത്. ആദ്യം ഈ മുകളിലുള്ള ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യുക, അതാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ മിഡ് പോയിൻറ്റ്സ് ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഈ മിഡ് പോയിൻറ്റ്സിനെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഉള്ളിൽ വരുന്ന ട്രയാങ്കിളിനെ വൈറ്റ് ആയിട്ട് നിർത്തുന്നു, ബാക്കി ട്രയാങ്കിളിനെ റെഡാക്കി മാറ്റുന്നു. ഇതേ പ്രോസസ്സ് തന്നെ ഈ സൈഡിൽ കാണുന്ന ഈ 2 ട്രയാങ്കിൾസിലും ചെയ്യുന്നു. ഇത് തന്നെ അടുത്ത ട്രയാങ്കിളിൽ ചെയ്യുകയാണ്. മുകളിലെ ഈ ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് ട്രയാങ്കിൾസ് ആക്കി മാറ്റുന്നു. ഇതിനനുസരിച്ച് നമ്മൾ ആദ്യമായിട്ട് കണ്ടെത്തുന്നത് നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ആണ്. ആദ്യത്തെ പിക്ചറിൽ 3 ട്രയാങ്കിൾസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഈ കാണുന്ന മുകളിൽ കാണുന്ന ഈ ട്രയാങ്കിളിനെ ഇവിടെ വീണ്ടും 4 ട്രയാങ്കിൾസ് ആക്കി മാറ്റിയാണ്. 1, 2, 3. നടുക്കായിട്ട് വൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. നമുക്ക് ഈ റെഡ് ട്രയാങ്കിളാണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ കാണുന്ന ട്രയാങ്കിളിനെ 3 ട്രയാങ്കിളാക്കി മാറ്റിയിരുന്നു. ഇതുപോലുള്ള 3 ട്രയാങ്കിൾ കൂടി വേറെയുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പിക്ചറിലുള്ള റെഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 × 3 = 9 ആണ്. അടുത്തത് ഈ കാണുന്ന ട്രയാങ്കിളിനെ വീണ്ടും 4 ട്രയാങ്കിളാക്കി മാറ്റുന്നു. 1, 2, 3, 4. നടുക്കുള്ളത് വൈറ്റ്. അപ്പോൾ ബാക്കി 3 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. ഇതുപോലുള്ള 9 ട്രയാങ്കിൾസാണ് മുന്നത്തെ ചിത്രത്തിലുള്ളത്. അപ്പോൾ ഈ മൂന്നാമത്തെ ചിത്രത്തിൽ 3 × 9 = 27. ഇത്രയും റെഡ് ട്രയാങ്കിൾസ് ഉണ്ടായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് എഴുതാം നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇറ്റ്സ് സീക്വൻസ് വിൽ ബി 3, 9, 27 etc. ഇനി ഇതിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷനാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിനായിട്ട് ഈ 3, 9, 27 ഈ നമ്പേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതെല്ലാം 3യുടെ പവേഴ്സാണ്. 3നെ നമുക്ക് 3⁻1 എന്ന് എഴുതാം, 9നെ 3⁻2 എന്നും 27നെ 3⁻3 എന്നും രേഖപ്പെടുത്താവുന്നതാണ്. ഇതിൽ നിന്നും ഓൾജിബ്രൈക് എക്സ്പ്രഷൻ xn = nth ടേം ആവുമ്പോൾ അത് 3⁻n എന്നായിട്ട് മാറും. ഇതായിരിക്കും ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. അടുത്തത് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ദ ഏരിയ ഓഫ് എ സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ എന്നുള്ളതാണ്. ഇതിനായിട്ട് നമ്മൾക്ക് തന്നിരിക്കുന്നത് ഏരിയ ഓഫ് ദി അൺകട്ട് ട്രയാങ്കിൾ ഈസ് 1 എന്നാണ്. ഇതിൻ്റെ ഏരിയ 1 ആണെങ്കിൽ തുടർന്ന് വരുന്ന ചിത്രങ്ങളിലെ ഓരോ ട്രയാങ്കിൾസിൻ്റെയും ഏരിയ എത്രയെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ 4 ട്രയാങ്കിൾസാണ് കിട്ടുന്നത്. 1, 2, 3, 4. അതായത് 1 എന്നുള്ള ഏരിയയുള്ള ഈ ട്രയാങ്കിളിനെ 4 പാർട്സാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഏരിയ എന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് 4 ഇറ്റ് വിൽ ബി 1. ദാറ്റ് ഈസ് 1/4. ഓരോ ട്രയാങ്കിളിൻ്റെ ഏരിയയും 1/4 ആയിട്ട് മാറുന്നു. ഇപ്പോൾ ഇവിടെ ഈ 1/4 എന്ന് കിട്ടിയിരിക്കുന്ന ഈ ട്രയാങ്കിളാണ് ഇവിടെ കാണുന്ന മുകളിൽ കാണുന്ന ഈ ട്രയാങ്കിൾ. ഇതിനെ വീണ്ടും 4 ആക്കി മാറ്റിയിരിക്കുകയാണ്.
അപ്പോൾ അതിൽ ഒരെണ്ണത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/4 ഓഫ് ദ പ്രീവിയസ് ട്രയാങ്കിൾ. 1/4. ഇറ്റ് വിൽ ബി 1/4 ഇൻറ്റു 1/4 ഈക്വൽ ടു 1/16 എന്ന് ലഭിക്കും. അടുത്തതായിട്ട് ഈ കാണുന്ന ചിത്രത്തിലെ ഓരോ ചെറിയ ട്രയാങ്കിളിൻ്റെയും ഏരിയ കണ്ടെത്തേണ്ടത്. ഇപ്പോൾ ഇവിടെ 1/16 എന്ന് ഏരിയ കിട്ടിയിരിക്കുന്ന ഈ ട്രയാങ്കിളിനെ ഇവിടെ 4 ട്രയാങ്കിൾസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1/4 ഓഫ് 1/16. തൊട്ട് മുന്നിലുള്ള ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ 1/4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു 1/16 ഈസ് ഈക്വൽ ടു 1/64 എന്ന് ലഭിക്കും. അതിനാൽ ഇതിൻ്റെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ ഈസ് ഈക്വൽ ടു 1/4, 1/16, 1/64 എക്സെട്ര എന്നെഴുതാം. ഈ ഡിനോമിനേറ്റർ 4, 16, 64 ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതെല്ലാം 4ൻ്റെ പവേഴ്സാണ്. അതുകൊണ്ട് ഇതിനെ 1/4, 1/4 സ്ക്വയർ, 1/4³ എക്സെട്ര എന്നെഴുതാം. ഈ രീതിയിൽ തുടർന്നാൽ ഇതിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ xn ഇസ് ഈക്വൽ ടു nth പൊസിഷനിൽ ഇത് 1/4n എന്നായി മാറും. ഇതായിരിക്കും ഇതിൻ്റെ ഏരിയ. മൂന്നാമതായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ എന്നാണ്. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ 3 ട്രയാങ്കിൾസ് ഉണ്ട്. ഒരെണ്ണത്തിൻ്റെ ഏരിയ 1/4 ആയതിനാൽ ആകെ ട്രയാങ്കിൾസിൻ്റെ ഏരിയ ആദ്യത്തെ പിക്ചറിൽ 3 ഇൻറ്റു 1/4 ആണ്. രണ്ടാമത് 9 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. ഒരെണ്ണത്തിൻ്റെ ഏരിയ 1/16 ആയതിനാൽ ഇവിടെ വരുന്ന രണ്ടാമത്തെ ചിത്രത്തിൽ വരുന്ന എല്ലാ റെഡ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 1/16 വരും. മൂന്നാമത്തെ ചിത്രത്തിൽ ഒരെണ്ണത്തിൻ്റെ ഏരിയ 1/64 ഉണ്ട്. അങ്ങനെയുള്ള 27 ട്രയാങ്കിൾസ് ഉണ്ട്. അതിനാൽ ടോട്ടൽ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ ദ തേർഡ് പിക്ചർ വിൽ ബി 27 ഇൻറ്റു 1/64. ഇത് ഇങ്ങനെ തുടർന്ന് പോകുന്നു. ഇതായിരിക്കും ഇവിടുത്തെ നമ്മളോട് ആവശ്യപ്പെട്ട സീക്വൻസ്. ഇനി ഇതിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ കിട്ടാനായിട്ട് ഈ ടേംസ് നമുക്കൊന്ന് പരിശോധിക്കാം. 3 ഇൻറ്റു 1/4 ക്യാൻ ബി റിട്ടൺ ആസ് 3/4. 9 ഇൻറ്റു 1/4 is equal to 9/16. Next 27 into 1/64 is equal to 27/64. Numerators 3, 9, 27 എല്ലാം 3യുടെ പവേഴ്സാണ്. ഡിനോമിനേറ്റർ 4, 16, 64 എല്ലാം 4ൻ്റെ പവേഴ്സാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് 3/4, 3^1/4^1 എന്ന് എഴുതാം. 9 നമുക്ക് 3 സ്ക്വയർ ബൈ 16 4 സ്ക്വയർ എന്ന് എഴുതാം. അടുത്തത് 27/64, 27 3³ ബൈ 64 4³ എന്ന് എഴുതാം. ഇവിടെ നോക്കുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിൻ്റെ പവർ സെയിം ആണ്. അടുത്തതിലും പവർ സെയിം ആണ്. എല്ലാ ടേംസിലും പവർ സെയിം ആയതിനാൽ നമുക്ക് കോമൺ ആയിട്ട് പവർ കൊടുക്കാം. 3/4 ഹോൾ റേസ് ടു 1, 3/4 ഹോൾ സ്ക്വയർ, 3/4 ഹോൾ ക്യൂബ് എന്നിങ്ങനെ ഈ സീക്വൻസ് എഴുതാവുന്നതാണ്. ഇതുപയോഗിച്ച് ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ xn is equal to 3/4 ഹോൾ റേസ് ടു n എന്ന് രേഖപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ 15-ാം പേജിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.